മകരസംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്തു നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. 3-ാം ദിവസം ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തിച്ചേരും. പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ പുലർച്ചെ 4:30-നാണ് വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. പുലർച്ചെ മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് 12:15ഓടെ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. 1 മണിയോടെ പേടകങ്ങൾ വാഹകരുടെ ശിരസിലേറ്റി. 26 പേരടങ്ങുന്ന തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയാണ്. 83 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി യാത്ര ചെയ്യുന്ന സംഘം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2-ാം ദിവസം വനംവകുപ്പ് സത്രത്തിലാണ് താവളം. 3-ാം ദിവസം വൈകിട്ട് ശബരിമലയിൽ എത്തിച്ചേരും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.